എല്ലാവർക്കും ബെൻഗുരു ചാനലിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ ആദ്യത്തെ കുക്കിംഗ് വീഡിയോ ആണ്. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ടൊമാറ്റോ എഗ് ഗ്രേവിയാണ്. അതിനാവശ്യമായ സാധനങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കിയാലോ. ഇവിടെ ഞാൻ 2 ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഒരു സവാള, 5-6 അല്ലി വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക്, പിന്നെ 2 മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പച്ചമുളക് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് എടുക്കാം കേട്ടോ. നമ്മളിതിൽ കാശ്മീരി ചില്ലി പൗഡർ ഉപയോഗിക്കുന്നുണ്ട്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാട്ടോ ഇത്. പ്രത്യേകിച്ച് ഞാനിത് ബാച്ചിലേഴ്സിനാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾക്കിത് എങ്ങനെ ഉണ്ടാക്കിയാൽ നോക്കിയാലോ. ഞാൻ സ്റ്റൗ കത്തിച്ച് ചീനിച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് എണ്ണ വയ്ക്കാം. എണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പം നമുക്ക് കടുകിടണം. എണ്ണ ചൂടായി വരുന്നുണ്ട്. ഇനി നമുക്ക് അല്പം കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ബാക്കിയുള്ള നമ്മുടെ ഐറ്റംസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം. കടുക് പൊട്ടി നമ്മൾ വെളുത്തുള്ളി ഇട്ടു, പച്ചമുളക് ഇട്ടു, കരിവേപ്പില ഇടുകയാണ്. കരിവേപ്പില ചെറുതായിട്ട് കീറി ഇടുന്നത് നല്ലതാണ് കേട്ടോ. ഇനി നമുക്ക് സവാള ഇടാം. സവാള ഇട്ടിട്ട് നന്നായി വഴറ്റി കൊടുക്കണം. സവാളയുടെ പച്ചമണമൊക്കെ മാറി ചെറിയൊരു ഗോൾഡൻ കളറാകുന്ന വരെ നമ്മൾ വഴറ്റണം. അടി പിടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. തീ ഒത്തിരി ഹൈ ഫ്ലെയിമിൽ വെക്കല്ല, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ചെയ്യാൻ. കറി അടി പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു ടേസ്റ്റ് മാറിപ്പോവും. സവാള നന്നായി വഴന്ന് കിട്ടാൻ വേണ്ടി മഞ്ഞൾപ്പൊടി ഇല്ലെങ്കിൽ ഉപ്പിട്ട വേഗം വഴന്ന് കിട്ടുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ നന്നായി വഴന്ന് കിട്ടാൻ വേണ്ടി ഉപ്പാണ് ചേർക്കാറ്. ഞാൻ സവാളയിൽ അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ഒരുമിച്ച് ചേർത്താൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ ഉപ്പ് ചേർത്തില്ല. നമുക്കിനി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നീരാണ് കേട്ടോ. ഞാൻ കല്ലുപ്പാണ് ഉപയോഗിക്കണം. നന്നായി ഇളക്കി കൊടുക്കും. അപ്പോൾ നമ്മുടെ സവാള ഏകദേശം നമുക്ക് ആവശ്യമുള്ള പരുവായിട്ടുണ്ട്. നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയും സവാളയും കൂടെ നന്നായി യോജിപ്പിക്കുക. ഇനി നമുക്ക് അല്പം കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി തക്കാളി അതവിടെ ഇരുന്ന് നന്നായി വെന്ത് കിട്ടണം. നന്നായി വെന്ത് അതിൻ്റെ വെള്ളം ഇറങ്ങുക. കണ്ടില്ലേ, നമ്മുടെ തക്കാളി നന്നായി വെന്തു. ഇതേപോലെ തക്കാളി നന്നായി വെന്തുടയണം കേട്ടോ. ഇനി നമുക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. ഇളക്കണം. നിങ്ങൾക്കിപ്പം കറിക്ക് ക്വാണ്ടിറ്റി കുറച്ചും കൂടെ കൂടുതൽ വേണമെന്ന് തോന്നുവാണെങ്കിൽ അല്പം കൂടെ വെള്ളം ചേർത്തോളൂ. എന്ന് വെച്ച് ഒത്തിരി വെള്ളം ചേർക്കില്ല കേട്ടോ. നന്നായി ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ബീറ്റ് ചെയ്ത് വെച്ച എഗ്ഗ് ചേർക്കണം. ബീറ്റ് ചെയ്ത് വെച്ച എഗ്ഗ് ചേർക്കുന്നതിനേക്കാളും മുന്നേ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇനി ലോ ഫ്ലെയിമിൽ വെക്കണം. ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചു. ഇനി നമുക്ക് ബീറ്റ് ചെയ്ത് വെച്ച എഗ്ഗ് ചേർക്കാം. ഇത് നമുക്ക് നന്നായി ഇളക്കി കൊടുക്കണം. ബീറ്റ് ചെയ്ത എഗ്ഗ് ഒഴിച്ച ഉടനെ വേഗം ഇളക്കാൻ തുടങ്ങിക്കോണം കേട്ടോ. നന്നായി ഇളക്കി ആ തക്കാളിയും സവാളയും എല്ലാം കൂടെ എഗ്ഗും കൂടെ ചേർന്ന് നന്നായി മിക്സ് ചെയ്ത് ഒരു മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം ഒരു 2 മിനിറ്റോളം മതി. ഇങ്ങനെ നന്നായി ഇളക്കി കൊടുക്കണം. അങ്ങനെ നമ്മുടെ ടൊമാറ്റോ എഗ് ഗ്രേവി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമല്ലേ.
നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.